ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കഫേ. സോ പ്രൊഫഷണൽ ഇംഗ്ലീഷ് പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഒരു മീറ്റിംഗ് സെറ്റപ്പിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പല സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ. സോ ആദ്യം തന്നെ നമുക്കൊരു മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ യു കുഡ് സിംപ്ലി ടെൽ യുവർ ടീം ലെറ്റ്സ് സ്കെഡ്യൂൾ എ മീറ്റിംഗ്. നമുക്കൊരു മീറ്റിംഗ് നടത്താം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്കൊരു കോൺഫറൻസ് കോൾ ആയിരിക്കും വേണ്ടി വരിക, എല്ലാവരും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പറയാം ക്യാൻ വി സെറ്റപ്പ് എ കോൺഫറൻസ് കോൾ. നമുക്കൊരു കോൺഫറൻസ് കോൾ ചെയ്താലോ, ക്യാൻ വി സെറ്റപ്പ് എ കോൺഫറൻസ് കോൾ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മാനേജറിൻ്റെ അടുത്തോ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് ദിസ് വിത്ത് യു. ഓക്കെ, എപ്പോഴും ഡിസ്കസ് എബൌട്ട് എന്ന് പറയാണ്ടിരിക്കുക. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ തന്നെ യു വോണ്ട് ടു ടോക്ക് അബൌട്ട് സംതിങ്. സോ യു ഡു നോട്ട് നീഡ് ടു ആക്ച്വലി ആഡ് അബൌട്ട് ആഫ്റ്റർ ഡിസ്കസ്. സോ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് ദിസ് വിത്ത് യു. അത്ര മതി, ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഇനി നമ്മളൊരു മീറ്റിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി അജണ്ട ഓഫ് ദ മീറ്റിംഗ് എന്ന് ചോദിക്കാം. അജണ്ട എന്ന് പറഞ്ഞാൽ ആ മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ആൾക്കാരോടൊക്കെ പ്ലീസ് ടേക്ക് എ സീറ്റ് എന്ന് പറയാം. എന്നിട്ട് നമ്മളന്ന് അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് നോക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഗോ ഓവർ ദ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്നും കൂടി നോക്കാം, അല്ലെങ്കിൽ ഒന്ന് ശരിക്കും കെയർഫുള്ളി ഒബ്സർവ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴാണ് ലെറ്റ്സ് ഗോ ഓവർ ദ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ അടുത്ത്, നമ്മുടെ ടീമിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന് ചോദിക്കാറില്ലേ, അതിന് എനി ക്വസ്റ്റ്യൻസും ചോദിക്കാം, അല്ലെങ്കിൽ എനി കോമെൻറ്റ്സ് എന്ന് ചോദിക്കാം. എനി ഡൗട്ട്സ് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ദാറ്റ് ഇസ് റോങ്. എനി ഡൗട്ട്സ് എന്ന് ചോദിക്കേണ്ട, എനി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എനി കോമെൻറ്റ്സ് എന്ന് മാത്രം ചോദിക്കുക. അല്ലെങ്കിൽ ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്, അങ്ങനെയും ചോദിക്കാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അങ്ങനെയും കൂടി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് മേ ബി നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിൻ്റെ കാര്യങ്ങൾ, നിനക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാൻ ഐഡ് ലൈക്ക് ടു ഹിയർ യുവർ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു അഡീഷണലി ആ ഒരു ഐഡിയക്ക് വേണ്ടി കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഐഡിയാസ് ആയിട്ട് കൊടുക്കുമ്പം. ഓക്കെ, ഇനി നമുക്ക് ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല പലപ്പോഴും. ചില സമയത്ത് മേ ബി ഇപ്പം നമ്മളിവിടെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ഐഡിയ കത്തിക്കൊള്ളണമെന്നില്ല, എന്താ ഇപ്പോൾ കോണ്ടന്റ് എടുക്കുക എന്നുള്ളൊരു ഐഡിയ ചിലപ്പം എങ്ങാനും കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ആ ഐഡിയാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ലെറ്റ്സ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അപ്പം ലെറ്റ്സ് ബ്രെയിൻ സ്റ്റോം ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡിയാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ലൈക്ക് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് സംതിങ്, ക്രിയേറ്റിംഗ് ആൻ ഐഡിയ ഫോർ യുവർ വർക്ക് ഓർ എനിത്തിങ്. ഓക്കെ, ദാറ്റ് ഈസ് ബ്രെയിൻ സ്റ്റോമിങ്. പിന്നെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നിർത്തല്ലേ അല്ലെങ്കിൽ നമുക്കിത് തീർക്കല്ലേ എന്ന് ചോദിക്കില്ലേ, അതിന് ക്യാൻ വി റാപ്പ് ദിസ് അപ്പ് എന്നാണ് ചോദിക്കുക. റാപ്പ് ദിസ് അപ്പ് അല്ലെങ്കിൽ ക്യാൻ വി എൻഡ് ദിസ് എന്നൊക്കെ ചോദിക്കാം. റാപ്പ് ദിസ് അപ്പ് ഇസ് മോർ ലൈക്ക് എ ഫാൻസി ടേം ദാറ്റ് യു ക്യാൻ യൂസ്. ഓക്കെ, ക്യാൻ വി റാപ്പ് ദിസ് അപ്പ്. ഓൾ റൈറ്റ്, സോ ദീസ് ആർ ഫ്യൂ ഫ്രേസസ് ദാറ്റ് യു കുഡ് യൂസ് in an office setup while you are attending a meeting. So make sure you use this, especially if you are in a good setup, നല്ല പ്രൊഫഷണൽ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ വേർഡ്സ് യൂസ് ചെയ്ത, അതായത് ഈ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ അപ്പ് യുവർ ഗെയിം ഫോർ ഷുവർ. ഓൾ റൈറ്റ്, സോ ദാറ്റ് വാസ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ എവ്രി വൺ. ഇനി എന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേഗം തന്നെ കൗൺസിലേഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്യുക ആൻഡ് join our course. Alright, so നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Till then, take care everybody. Bye. English Cafe. We present you the perfect English.